വെൽക്കം. തൈമനാണ്. കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട് ഓർ കാർഡിയക് കണ്ടക്ഷൻ സിസ്റ്റം ഓർ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്. സോ എന്ത് പറഞ്ഞാലും അതിനെപ്പറ്റിയാണ് നമ്മുടെ ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ. സോ CVS അനാറ്റമി ആൻഡ് ഫിസിയോളജി വീഡിയോ സീരീസിലെ നമ്മുടെ 5ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? കഴിഞ്ഞ വീഡിയോയിൽ കാർഡിയക് സെൽസിനെ പറ്റിയാണ് പറഞ്ഞത്, കാർഡിയോമയോസൈറ്റ്സ്. സോ അതിൽ നമ്മൾ പറഞ്ഞത് ദർ ആർ സ്പെഷ്യലൈസ്ഡ് കാർഡിയോമയോസൈറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ ഇതാണ് ഈ കണ്ടക്ഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ബേസിക് സെൽസ്, പ്രധാനപ്പെട്ട സെൽസ്. സോ നമ്മുടെ ഹൃദയം നോർമലി 60 to 100 ഇത്രയും വരെയാണ് ബീറ്റ് ചെയ്യുന്നത്. നമ്മളതിനെ കൃത്യമായിട്ട് 72 എന്നൊക്കെ പറയും. സോ 70 to 75 എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതിനാണ് നമ്മൾ റിതമിസിറ്റി ഓഫ് ദ ഹാർട്ട് എന്ന് പറയാം, റിതമിസിറ്റി ഓഫ് ദ ഹാർട്ട്. സോ ഇത് ഓട്ടോ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. സോ ഓട്ടോ റിതമിക് ആണ്. അപ്പൊ നമുക്കതിനെ ഓട്ടോ റിതമിസിറ്റി ഓഫ് ഹാർട്ട് എന്ന് പറയും. ഓട്ടോ റിതമിസിറ്റി എന്നാണ് നമ്മൾ പറയാം. സോ ഇത് ഉണ്ടാക്കാൻ ഹൃദയത്തിന്റെ ചില സ്പെഷ്യലൈസ് സെൽസിന് പറ്റും. അപ്പോ അത്തരം സെൽസുകൾ ആ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. സോ ഹൃദയത്തിന്റെ പല ഭാഗങ്ങൾക്കും ഇങ്ങനെ ഹൃദയമിടിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഇതിനെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടിട്ടുള്ള ആ സിസ്റ്റം, അതിനെയാണ് നമ്മൾ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറയും. ഇത്തരം ഓട്ടോ റിതമിസിറ്റി ഉണ്ടാക്കാൻ കഴിവുള്ള സെല്ലുകളെ നമ്മൾ, ഹൃദയത്തിലുള്ള ഈ സെല്ലുകളെ നമ്മൾ പി സെൽസ് എന്നാണ് വിളിക്കുക. പി സെൽ, പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ് മേക്കർ എന്നാണ് അർത്ഥം. പേസ് മേക്കർ സെൽസ് എന്നാണ് നമ്മൾ ഇത്തരം സെല്ലുകളെ എല്ലാം വിളിക്കുക. സോ ഇത്തരം സെല്ലുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഇതാണ് SA നോഡാണ്. SA നോഡാണ് ഒരെണ്ണം. ദെൻ ഇവിടെ ഒരെണ്ണം AV നോഡൽ സെൽസ്. ദെൻ ഇതിനെ നമ്മൾ ബണ്ടിൽ ഓഫ് ഹിസ് എന്നാണ് വിളിക്കുക, ബണ്ടിൽ ഓഫ്. ദെൻ പിന്നെ ഇതുള്ള ചെറുത് പെർകിഞ്ചി ഫൈബേഴ്സ് എന്ന് വിളിക്കും. ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സ്വന്തമായിട്ട് ബീറ്റ് ഉണ്ടാക്കാൻ ശേഷിയുള്ള പേസ് മേക്കർ സെൽസ്. ഇതെല്ലാം പേസ് മേക്കർ സെൽസ് ഓഫ് ദ ഹാർട്ട് ആണ്. സോ ഇതെല്ലാം ഹാർട്ടിന്റെ സ്പെഷ്യലൈസ്ഡ് മയോസൈറ്റ്സ് കൂട്ടങ്ങളാണ്. Cluster of cardiomyocytes which can make their own cardiac impulses or their own automaticities. ഇതിൽ SA node ഉണ്ടാക്കുന്ന റിതം ഇതാണ് ഏറ്റവും കൂടുതൽ. SA നോഡിന് 60 മുതൽ 80 to 100 വരെയുള്ള റിതം ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുണ്ട് SA നോഡ്. AV നോഡിനും ബണ്ടിൽ ഓഫ് ഹിസിനും ഉണ്ടാക്കാനുള്ളത് 40 മുതൽ 60 വരെ ബീറ്റ്സ് ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. പെർകിഞ്ചിക്ക് ഉണ്ടാക്കാൻ കഴിവുള്ളത് 15 മുതൽ ഏകദേശം 40 വരെ. സോ SA നോട്ടിനാണ് ഏറ്റവും ശക്തിയിലുള്ള ഓട്ടോ റിതമിസിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് പറയാം. സോ SA നോഡ് ഉണ്ടാക്കുന്ന റിതം ബാക്കി എല്ലാ റിതത്തിനെയും മറികടക്കും. ഈ റിതത്തിനെ മറികടക്കും, ഈ റിതത്തിനെ മറികടക്കും. സോ ദിസ് പ്രോപ്പർട്ടി ഓഫ് SA നോഡൽ സെൽസ് മറ്റെല്ലാ പേസ് മേക്കറിന്റെയും റിതത്തെ കവർ അപ്പ് ചെയ്യാനുള്ള ഈ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുക ഓവർ ഡ്രൈവ് സപ്രഷൻ എന്നാണ്. ഓവർ ഡ്രൈവ് സപ്രഷൻ മീൻസ് ദ എബിലിറ്റി ഓഫ് ദ SA നോഡൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ടു കവർ അപ്പ് all the other action potential producing. ഇതിനാണ് നമ്മൾ ഓവർ ഡ്രൈവ് സപ്രഷൻ. സോ അതുകൊണ്ട് SA നോഡൽ സെൽസിന്റെ, ഹൃദയത്തിന്റെ പേസ് മേക്കർ സെൽ. സോ നമ്മളിപ്പോ പേസ് മേക്കർ സെൽസ് ഓഫ് ദ ഹാർട്ട്, ഇതെല്ലാം പേസ് മേക്കർ ആണെങ്കിലും പേസ് മേക്കർ സെൽസ് ഓഫ് ദ ഹാർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോ SA നോഡൽ സെൽസ് ആണ്. SA നോഡൽ സെൽസ് ആണ് പേസ് മേക്കർ. അപ്പൊ ബാക്കിയുള്ളതോ AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പെർകിഞ്ചി ഫൈബേഴ്സ്, ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വിളിക്കാവുന്നത് ലേറ്റന്റ് പേസ് മേക്കർ. അപ്പൊ ആദ്യം നമ്മൾ പേസ് മേക്കേഴ്സ് ആണെന്ന് പറഞ്ഞു, പിന്നെ പേസ് മേക്കർ അല്ല എന്ന് പറഞ്ഞു. സോ ഇതാണ് ഇവയുടെ പേരുകൾ. സോ പേസ് മേക്കർ സെൽസ് ആർ SA നോഡൽ സെൽസ്, ബാക്കി എല്ലാം ലേറ്റന്റ് പേസ് മേക്കർ സെൽസുകളാണ്. സോ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ബീറ്റ്, ഹൃദയത്തിന്റെ റിതം, മിടിപ്പ് എല്ലാം ഉണ്ടാക്കുന്നത് SA നോഡൽ സെൽസ് ആണ്. SA നോഡ് ഇതാണ് ഹൃദയം മുഴുവൻ വ്യാപിപ്പിക്കുന്നത്. ഇത് ഏകദേശം സാധാരണ നമ്മൾ പറയുന്നത് 70 to 75 വരെയാണ്. ഓക്കെ, 70 to 75 ബീറ്റ് പെർ മിനിറ്റ്. അപ്പൊ ഇനി SA നോഡ്, ദിസ് ഇസ് SA നോഡ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യമേ നമുക്ക് പറയാവുന്നത് ഇറ്റ്സ് ഇൻ ദ റൈറ്റ് ഏട്രിയയിലാണ് എന്ന് പറയാം. സോ റൈറ്റ് ഏട്രിയൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്പീരിയർ വാൾ ഓഫ് ദ റൈറ്റ് ഏട്രിയയുടെ സുപ്പീരിയർ വാളിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്പീരിയർ വീനക്കാവയൊക്കെ വന്ന് ചേരുന്നതിന്റെ അടുത്തുള്ള ഭാഗത്താണ്. ഓക്കെ, സോ സുപ്പീരിയർ വാൾ ഓഫ് ദ റൈറ്റ് ഏട്രിയയിലാണ് നമുക്ക് SA നോഡൽ സെൽസ് ഉള്ളത്. ഓക്കെ, സോ ഇവിടുത്തെ ഭിത്തിയിലാണ് SA നോഡൽ സെൽസ് ഉള്ളത്. ഇനി ഇവിടെ ഉണ്ടാക്കുന്ന ബീറ്റ് ഹൃദയത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും ഇങ്ങോട്ടേക്ക് പോകണം, എല്ലായിടത്തേക്കും പോകണം. ഓക്കെ, സോ അതിന് നമുക്കൊരു കണ്ടക്ഷൻ സിസ്റ്റം ആവശ്യമാണ്. ഹൃദയമിടിപ്പ് ആദ്യം മുകളിലുള്ള ചേംബർ ആയിട്ടുള്ള ഏട്രിയെ കൺട്രാക്ട് ചെയ്യും. അല്ലെ, ആദ്യം ഇതാണ് മുകളിലുള്ള ചേംബർ, ഇത് മൊത്തം ഏട്രി ആണ്. ഇത് റൈറ്റ് ആണെങ്കിൽ ഇത് ലെഫ്റ്റ് ഏട്രി ആണ്. ആദ്യം ഇപ്പൊ ഹൃദയം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആദ്യം ഏട്രിയ കൺട്രാക്ട് ചെയ്യണം. സോ ഏട്രിയ കൺട്രാക്ട് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുക, എന്തും കൺട്രാക്ട് ചെയ്യുന്ന സിസ്റ്റോൾ എന്നാണ് നമ്മൾ. സോ ഹൃദയം മൊത്തം
കൺട്രാക്ട് ചെയ്യുന്നതിന് കാർഡിയാക് സിസ്റ്റോൾ എന്നാണ് വിളിക്കുക. ഏട്രിയ മാത്രമാണെങ്കിൽ ഏട്രിയൽ വെൻട്രിക്കിൾസ് മാത്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഏട്രിയൽ കൺട്രാക്ഷൻ ആണ്, ഏട്രിയൽ സിസ്റ്റോൾ ആണ് ഉണ്ടാക്കേണ്ടത്. ഏട്രിയൽ സിസ്റ്റോൾ ആണ് ആദ്യം ഉണ്ടാവുന്നത്. സോ എസെനോഡൽ സെൽസ് ഏട്രിയൽ മൊത്തം ഇങ്ങോട്ടേക്ക് ഇതിലും വ്യാപിപ്പിക്കണം. സോ എസെനോഡൽ സെൽസ് കണ്ടിന്യൂസ് ആണല്ലേ, കാർഡിയോമയോസൈറ്റ്സ് തന്നെയാണ്. സോ ദിസ് ഇസ് കണ്ടിന്യൂസ്. സോ ഇങ്ങോട്ടേക്ക് വിടാൻ പ്രത്യേകിച്ച് പുതിയ വേറെ ട്രാക്റ്റുകളുടെ ഒന്നും പാത്വേ ഒന്നും ആവശ്യമില്ല. പക്ഷെ ലെഫ്റ്റ് ഏട്രിയ ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു സെപ്റ്റം ഉണ്ട്, രണ്ട് ഏട്രിയ തമ്മിൽ ഒരു സെപ്റ്റം ഉണ്ട്. സോ ഈ സെപ്റ്റം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാനായിട്ട് വി നീഡ് സം ട്രാക്ട്സ് ആൻഡ് ദിസ് ട്രാക്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്ന ഒരു ട്രാക്ട് ആണ്. ഞാൻ കുത്തിവരച്ചിട്ടിരിക്കുകയാണ്, ഇച്ചിരി കട്ടിയായിട്ടായിരിക്കും. ഇങ്ങനെ ഒരു ട്രാക്ട് ഉണ്ടെന്ന് വിചാരിച്ചാൽ ആ ട്രാക്ടിന്റെ പേര് അത് നമ്മൾ വിളിക്കുക ബാക്ക്മാൻസ് ട്രാക്ട് എന്നാണ്. BACHMANN ബാക്ക്മാൻസ് ട്രാക്ട് ആണ്. സോ ഇടതുവശത്ത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബീറ്റ് ലെഫ്റ്റ് ഏട്രിയയിലേക്ക് ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു ട്രാക്ട് ഉണ്ട്. സോ അതിന്റെ പേര് ബാക്ക്മാൻ ട്രാക്ട്സ് ഓർ ബാക്ക്മാൻ ബണ്ടിൽസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, സോ അപ്പോൾ ഇതും കൺട്രാക്ട് ചെയ്യും, ഇതും കൺട്രാക്ട് ചെയ്യും. ഹൃദയത്തിന്റെ ഇടതുവശവും വലതുവശത്തുള്ള ഏട്രിയ രണ്ടും ഒരേ സമയം കൺട്രാക്ട് ചെയ്യും. സോ ഏട്രിയ കൺട്രാക്ട് ചെയ്യാനുള്ള സമയം നമുക്ക് വേണ്ട 0.1 സെക്കൻഡ്സ് കൊണ്ട് ഇത് ഏട്രിയ കൺട്രാക്ട് ചെയ്യും. അപ്പൊ ഇനി ഏട്രിയ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി വെൻട്രിക്കിൾ, ഇതാണ് SA നോഡ്. ഇനിയിപ്പോ വെൻട്രിക്കിൾ ഇവിടേക്ക് കൺട്രാക്ഷൻ വരണം. ദിസ് ഈസ് റൈറ്റ് വെൻട്രിക്കിൾ, ദിസ് ഈസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഇനി ഇവയെ കൺട്രാക്ട് ചെയ്യിക്കണം. സോ SA നോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ, സോ വെൻട്രിക്കിൾസിലേക്ക് കൺട്രാക്ട് ചെയ്യിക്കാനായിട്ട് അടുത്ത ഭാഗം, സോ ദർ ഇസ് അനദർ നോഡ് കോൾഡ് ആസ് AV നോഡ്. ഇതാണ് AV നോഡ് എന്ന് പറയാം. AV മീൻ ഏട്രിയോ, ഇത് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏട്രിയും വെൻട്രിക്കിൾ തമ്മിൽ ഒരു ഭാഗമുണ്ട്, ഇങ്ങനെ കണക്ഷൻ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗം. അതിനെ നമ്മൾ സെപ്റ്റം എന്നാണ് പറയാ, AV സെപ്റ്റം. സോ ആ സെപ്റ്റത്തിലാണ് AV നോഡ് ഉള്ളത്. സോ AV നോഡ് ഇസ് ഇൻ ദ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. അപ്പോൾ SA നോഡിൽ നിന്ന് AV നോഡിലേക്ക് മെസ്സേജസ് വിടണം. ഇതിങ്ങനെ പടർന്നു പോയിക്കോളും, ഇങ്ങോട്ടേക്ക് മാത്രം ഒരു ബ്രാഞ്ച് മതിയായിരുന്നു. പക്ഷെ ഇത് ഇങ്ങോട്ടേക്ക് വേഗം എത്തണം. ഓക്കെ, സോ അതിന് 3 ബ്രാഞ്ചസ് ഉണ്ട്. ഇന്റർ നോഡ്, ഈ നോഡിൽ നിന്ന് ഈ നോഡിലേക്ക്. അപ്പൊ അതിന് നമുക്ക് ഇന്റർനോഡൽ പാത്വേസ്, വഴികൾ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇന്റർനോഡൽ നെർവിന്റെ ആണെങ്കിൽ നമുക്ക് തന്നെ ട്രാക്സ് എന്ന് വിളിക്കാമല്ലോ. ഇന്റർനോഡൽ പാത്വേസ് ഓർ ഇന്റർനോഡൽ ട്രാക്ക്. സോ ഞാനിവിടെ വെറുതെ 1, 2, 3 ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ആലോചിക്കരുത്. നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് മുൻവശത്തൂടെ പോകുന്നത്, നടുവിലൂടെ പോകുന്നത്, പുറകിലൂടെ പോകുന്നത്. സോ ഇങ്ങനെ 3 ഡയമെൻഷനിലായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നതിന് ആൻസർ കിട്ടും. സോ 1 ഈസ് ആന്റീരിയർ ട്രാക്ട്. ആന്റീരിയർ ട്രാക്ടിനെ നമുക്ക് ബാക്ക്മാൻസ് ട്രാക്ട് എന്ന് തന്നെയാണ് പറയാ, ബാക്ക്മാൻസ് ട്രാക്ട്. ഓക്കെ, ദെൻ നടുവിലൂടെ പോകുന്നത്, ഇത് നടുവിലൂടെ പോകുന്നതിന് നമുക്ക് പ്രത്യേക പേരാണ് വെങ് ബാക്ക് ട്രാക്ക്. വെങ് ബാക്ക് എന്നാണ്, CH ആണ്. വെങ് ബാക്ക് ട്രാക്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, മിഡിൽ ട്രാക്സ് ഓഫ് വെങ് ബാക്ക്. ഓക്കെ, സ്റ്റൈലിൽ പറയാൻ പറ്റും. ആൻഡ് പോസ്റ്റീരിയർ, പുറവശത്ത് അടിയിലൂടെ പോകുന്നത് പോസ്റ്റീരിയർ ട്രാക്ട് ഓഫ് തോറൽ ആണ്. പോസ്റ്റീരിയർ ട്രാക്ട് ഓഫ്. സോ സിമ്പിൾ ആയിട്ട് ഇതൊന്നും പേരൊന്നും ഓർത്തിരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ആന്റീരിയർ ഉണ്ട്, മിഡിൽ ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്. ഇങ്ങനെ 3 ട്രാക്റ്റുകൾ SA നോഡിൽ നിന്ന് AV നോഡിലേക്ക് പോകുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. സോ SA നോഡിനെയും AV നോഡിനെയും ബന്ധിപ്പിക്കുന്ന ട്രാക്റ്റുകൾ പോകുന്നുണ്ട്. ഇനി ഈ ട്രാക്ട് ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു ഡിലേ ഉണ്ട്. വെച്ചാൽ ഇവിടെ നിങ്ങോട്ടേക്ക് വരുന്ന ഒറ്റയടിക്ക് ഇങ്ങോട്ടേക്ക് പോകുന്നതല്ല. കാരണം അപ്പോഴത്തേക്കും ഈ ഏട്രിയ ഒന്ന് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് വേണം ഇങ്ങോട്ടേക്ക് പോകാൻ. ഓക്കെ, സോ ദർ ഇസ് എ സ്മോൾ ഡിലേ ദാറ്റ് ഇസ് കോൾഡ് ആസ് AV നോഡൽ ഡിലേ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. സോ ഹൃദയത്തിന്റെ മറ്റു ഭാഗങ്ങൾ എല്ലാം കൺട്രാക്ട്, ഇത്രയും ഭാഗങ്ങൾ കൺട്രാക്ട് ചെയ്തിട്ട് വേണം പിന്നെ ഈ ഭാഗങ്ങൾ കൺട്രാക്ട് ചെയ്യാൻ. സോ AV നോഡിൽ നിന്ന് ഹൃദയത്തിലേക്ക് വെൻട്രിക്കിൾസിന്റെ ഇടയിലൂടെ ഉണ്ട്. സോ ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ തോന്നാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെയല്ല പോകുന്നത്. ഹൃദയത്തിന്റെ സെപ്റ്റം നടുവിൽ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം, ഇതിനെ നമ്മൾ രണ്ട് വെൻട്രിക്കിൾ, ഇതൊരു വെൻട്രിക്കിൾ ഇതൊരു വെൻട്രിക്കിൾ ആണെങ്കിൽ ഇതിനിടയിലുള്ള ഗ്യാപ്പിലൂടെ ഉണ്ടോ, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം ഗ്യാപ്പിലൂടെയാണ് പോകുന്നത്. ആൻഡ് AV നോഡിൽ നിന്ന് ആദ്യം വരുന്നതിനെ നമ്മൾ ബണ്ടിൽ ഓഫ് ഹിസ്. സോ ഫസ്റ്റ് ഈസ് ബണ്ടിൽ ഓഫ് ഹിസ് ആണ് പോകുന്നത്. ദെൻ ഈ ബണ്ടിൽ ഓഫ് ഹിസ് വീണ്ടും രണ്ടാവുകയാണ്. ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡ്. അതിന് നമ്മൾ വിളിക്കുക റൈറ്റ് സൈഡിൽ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് എന്നാണ് വിളിക്കുക. ലെഫ്റ്റിലേക്ക് പോകുന്നപ്പോ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്. അപ്പോ AV നോഡിൽ നിന്ന് ട്രാക്ട് വീണ്ടും ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലൂടെ താഴത്തേക്ക് വരുന്നു. അത് നമ്മൾ ബണ്ടിൽ ഓഫ് ഹിസ് എന്നാണ് വിളിക്കുക. അത് സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ രണ്ടാവുന്നു, 2 ഭാഗത്തേക്ക് പോകുന്നു. ഒന്ന് വലതുവശത്തേക്ക് പോകുന്നു, അത് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്. ഒന്ന് ഇടതുവശത്തേക്ക് പോകുന്നു, അത് ലെഫ്റ്റ് ബണ്ടിൽ. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്,
ഈ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിലൂടെ താഴത്തേക്ക് വന്നിട്ട് ഈ താഴത്തു നിന്നാണ് വിടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ല വിടുക, ഇങ്ങനെ വിടുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇത് ഇങ്ങോട്ടെത്തിയിട്ട് പിന്നെ മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെയാണ് വിടുക. ഓക്കെ, അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഹൃദയം ഇങ്ങനെ കൺട്രാക്ട് ചെയ്തോളൂ. ഇല്ലെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് കൺട്രാക്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൺട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഹൃദയം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ, ഈ കൺട്രാക്ഷൻ ഇവിടെ നിന്ന് ആരംഭിക്കുന്നതിനേക്കാൾ താഴത്തുനിന്ന് ആരംഭിക്കുന്ന ആലോചിച്ച് നോക്കുക. താഴത്തുനിന്ന് ആരംഭിക്കുമ്പോൾ ബ്ലഡ് മൊത്തം ഫില്ല് ചെയ്ത് മുകളിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് ഈസിയാണ്. സോ അപ്പോൾ ഹൃദയത്തിന്റെ കൺട്രാക്ഷൻ SA നോഡിൽ നിന്ന് ആരംഭിച്ചു. അത് 3 ബ്രാഞ്ചുകൾ വഴി AV നോഡിൽ പോയി. ഒരെണ്ണം ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതാദ്യം ഇത് എഴുതു. നമ്മൾ അതിനെ കുറിച്ചിട്ടില്ല, താഴത്തേക്ക് വരുന്നതിനെ കുറിച്ചിട്ടാണ്. ഈ 3 ബ്രാഞ്ച് വഴി AV നോഡിലെത്തി. AV നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസിലെത്തി. അവിടെ നിന്ന് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചിലെത്തി, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചിലെത്തി. ആൻഡ് ഇവിടെ എത്തിയിട്ട് വീണ്ടും ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു. ചെറിയ 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 ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതായിട്ട് അവസാനിക്കുകയാണ്. ആൻഡ് ഇതിനെയാണ് നമ്മൾ പെർകിഞ്ചി ഫൈബേഴ്സ്, PURKINJE, പെർകിഞ്ചി ഫൈബേഴ്സ് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഹൃദയമിടിപ്പ് ആദ്യം ഏട്രിയ കൺട്രാക്ട് ചെയ്യുന്നു. ഒരു ചെറിയ ഡിലേ കഴിഞ്ഞിട്ട് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യും. വെൻട്രിക്കിൾസ് അടിയിൽ നിന്ന് മുകളിലേക്കാണ് കൺട്രാക്ഷൻ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ദ ഹാർട്ട്. സോ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ദ ഹാർട്ട് സ്റ്റാർട്ട്സ് ഫ്രം SA നോഡ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട്, അത് പറയണം. ഇങ്ങോട്ടേക്ക് 3 ബ്രാഞ്ച്, AV നോഡ് എത്തുന്നു, ബണ്ടിൽ ഓഫീസ് എത്തുന്നു, ഇതെത്തുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.